Good afternoon. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ പറ്റിയാണ്. So before moving into operator overloading, let's see what an operator is. What is an operator? It is a character which shows an action. ഒരു ആക്ഷനെ, ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് we call an operator. Okay, for example, plus. Plus is it is an operator which shows what? Addition. അഡീഷനെ കാണിക്കുന്ന ഒരു സൈനാണ്, ഒരു ക്യാരക്ടറാണ് പ്ലസ്. അതുപോലെ വി ഹാവ് മൈനസ്, സ്റ്റാർ, മോഡുലസ് ഓപ്പറേറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++. ആൻഡ് ഈ ഓപ്പറേറ്റേഴ്സിനെ എല്ലാം നമുക്ക് ബ്രോഡ്ലി രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, വിച്ച് ഇസ് ബൈനറി ആൻഡ് യൂണറി. യൂണറി ആൻഡ് ബൈനറി, അതാണ് ഓർഡർ. യൂണറി, ബൈനറി. ഇനി യൂണറി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഓപ്പറേറ്റേഴ്സ് വിച്ച് ടേക്സ് ഓൺലി വൺ ഓപ്പറൻറ്റ് ഓർ വൺ ആർഗ്യുമെൻറ്റ്. ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പറൻറ്റിനെ എടുക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് യൂണറി ഓപ്പറേറ്റർ. വി കോൾ എ യൂണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, നമ്മുടെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മളെപ്പോഴും പറയുന്നത് എ പ്ലസ് പ്ലസ്, എ മൈനസ് മൈനസ് എന്നാണ്. സോ ഇറ്റ് ടേക്സ് ഓൺലി വൺ ഓപ്പറൻറ്റ്. അവിടുത്തെ ഓപ്പറൻറ്റ് ഏതാ? എ അല്ലേ? എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എ ഇസ് ദ ഓപ്പറൻറ്റ് ആൻഡ് പ്ലസ് പ്ലസ് ഇസ് ദ ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇതേപോലെ ഒരു ഓപ്പറൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. സിമിലർലി വി ഹാവ് വാട്ട്? ബൈനറി ഓപ്പറേറ്റേഴ്സ് വിച്ച് ആക്സെപ്റ്റ്സ് two operands. For example, plus, a plus b, എയും ബിയും ഓപ്പറൻസ് ആണ്. മൈനസ്, എ മൈനസ് ബി, സ്റ്റാർ, എ ഇൻറ്റു ബി. ഓക്കെ, ഇതെല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ തന്നെ രണ്ട് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് യൂണറി ആൻഡ് ബൈനറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഓവർലോഡിങ്ങിലേക്ക് വരാം. എന്താണ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഓപ്പറേറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓവർലോഡിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ടു ഗീവ് an extra meaning to an operator, giving a special meaning to operator. ഓക്കെ, നമ്മൾ ഫങ്ഷൻ ഓവർലോഡിങ് പഠിച്ചു. എന്തായിരുന്നു ഫങ്ഷൻ ഓവർലോഡിങ്? സെയിം നെയിം ഉള്ള ഫങ്ഷനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കുന്നു, ഡിഫറെൻറ്റ് ടാസ്കുകൾ ചെയ്യിക്കുന്നതിനാണ് നമ്മൾ ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞത് അല്ലേ? ഫങ്ഷനുകളുടെ പേരുകളെല്ലാം സെയിം ആയിരിക്കും, ബട്ട് വി മേക്ക് ഇറ്റ് ഡു ഡിഫറെൻറ്റ് ടാസ്ക് അല്ലേ? എങ്ങനെയായിരുന്നു ചെയ്തത്? അത് ആർഗ്യുമെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ വേരി ചെയ്തു, റിട്ടേൺ ടൈപ്പ് മാറ്റി കൊടുത്തു, ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് വേരി ചെയ്തൊക്കെയാണ് നമ്മൾ ഫങ്ഷൻ ഓവർലോഡിങ് ചെയ്തത്. അപ്പോൾ ഒരേ നെയിമുള്ള ഫങ്ഷനെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യിച്ചു അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിനാരിയോയ്ക്ക് അനുസരിച്ച് ആ ഫങ്ഷൻസ് ഏതോ ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അതായത് അത് തന്നെയാണ് എന്തിൽ? ഓവർലോഡിങ്ങിലും വരുന്നത്. മീൻസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലും വരുന്ന ഒരു ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്ററെ ഇൻറ്റൻറ്റ് ചെയ്ത ജോലി എന്താണോ അതിൽ നിന്ന് എക്സ്ട്രാ ഒരു കാര്യം കൂടെ ഓപ്പറേറ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അതാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ പിന്നെ പഠിക്കാം. സോ ദിസ് കംസ് ഇൻ പോളിമോർഫിസം. നമ്മുടെ CPPയുടെ കോൺസെപ്റ്റായ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് പോളിമോർഫിസത്തിൽ വരുന്നതാണ് ഫങ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. പോളിമോർഫിസം എന്തായിരുന്നു? വൺ നെയിം ആൻഡ് മെനി ഫോംസ്. വൺ നെയിം ആൻഡ് മെനി ഫോംസ് അല്ലേ? ഒരേ പേര് പല പ്രവൃത്തികൾ. ദാറ്റ് ഇസ് പോളിമോർഫിസം. ആൻഡ് ദിസ് സപ്പോർട്ട്സ് എക്സ്റ്റെൻസിബിലിറ്റി. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഉള്ളതല്ലാതെ കുറച്ചും കൂടെ അല്ലേ? അപ്പോൾ ഓരോ ഓപ്പറേറ്ററിനും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്ററിൻ്റെ മീനിങ് ഇതാണെന്ന് C++ൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മീനിങ് അല്ല, അതിനൊരു എക്സ്ട്രാ മീനിങ്ങോടെ കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ പ്ലസ് ഓപ്പറേറ്റർ, ബൈനറി പ്ലസ് ഓപ്പറേറ്റർ. ബൈനറി പ്ലസ് ഓപ്പറേറ്ററിനെ എന്താണ്? ബൈനറി പ്ലസ് ഓപ്പറേറ്റർ അതെന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സിൻ്റെ അഡീഷന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ഡബിൾ ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം ആഡ് ചെയ്യാൻ, നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട്, അത് ഡെസിമലോ ഇൻറ്റിജർ നമ്പറോ ആകാം, ഹോൾ നമ്പറോ ആകാം. അപ്പോൾ അതിനെ ആഡ് ചെയ്യാനായിട്ട് വി യൂസ് ദ പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, ഈ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അപ്പോൾ വി ഹാവ് എ സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2. രണ്ട് സ്ട്രിങ്ങുകളുണ്ട്, സ്ട്രിങ് 1 സ്ട്രിങ് 2.
string 1 പ്ലസ് നമ്മുടെ ബൈനറി പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് string 2 ചെയ്താൽ, ഫോർ എക്സാമ്പിൾ string 1 പ്ലസ് string 2 ചെയ്യുമ്പോൾ അവർ കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഇത് എ ബി സിയും ഇത് XYZ ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇവരെ കോൺകാറ്റിനേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ C++ ലോജിക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ്റെ ബിൽഡിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്തൊക്കെയിട്ടാണ് കോൺകാറ്റിനേഷൻ ചെയ്യുന്നത്. ABC പ്ലസ് XYZ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ABC XYZ എന്ന് കിട്ടുകയാണെങ്കിലോ, ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല, ബട്ട് വി ക്യാൻ മേക്ക് ദ പ്ലസ് ഓപ്പറേറ്റർ ഡു സോ. അതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരിക്കും രണ്ട് സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കഴിവ് ഇപ്പോഴത്തെ C++ലെ നിലവിൽ പ്ലസ് ഓപ്പറേറ്ററിന് ഇല്ല. അതിനുള്ള കഴിവ് എന്താണ്? അതിനുള്ള ഫങ്ഷനാലിറ്റി എന്താണ്? നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ബട്ട് വി ട്രൈ ടു ഗീവ് എൻ എക്സ്ട്രാ മീനിങ് ടു ദ പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഫങ്ഷൻ ഓവർലോഡിങ്. ഒരു ഓപ്പറേറ്ററിനെ C++ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുക. Okay, that is what overloading. That is extending the existing ones. Already exist ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ക്ലിയർ? ഇനി അടുത്തൊരു ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, C++ൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ പ്ലസ് മൈനസ് മാത്രമല്ല, ഒരുപാട് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉണ്ട്, ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ഉണ്ട്, ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഓവർലോഡിങ് പെർമിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അത് മാത്രമേ നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഓവർലോഡ് ചെയ്യാം, ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡീറ്റെയിൽ ലിസ്റ്റ് നമ്മുടെ നോട്ടിലുണ്ട്. ഓക്കെ, PDF നോട്ടിലുണ്ട്, അത് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ കൂടി അത് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പാണ്. ഇനി സപ്പോസ് നമുക്കൊരു ടൈം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ടൈം ക്ലാസ്സിൽ രണ്ട് ഒബ്ജക്ട്സ് ആണ്, T1 ഉം T2. ഓക്കെ, ടൈം ഒരു ക്ലാസ്സാണ്, ആ ക്ലാസ്സിലെ ഒബ്ജക്ട്സ് T1 ഉം T2. സപ്പോസ് T1 T2 ആൻഡ് T3 ഉണ്ടെന്ന് വിചാരിക്കുക. T3 ഈക്വൽ ടു T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? T1 എന്ന് പറഞ്ഞതിൽ ഒരു ടൈമുണ്ട്, ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഉണ്ടെന്ന് വിചാരിക്കുക. T2ലും ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഞാൻ T1 പ്ലസ് T2 എന്ന് പറയുമ്പോൾ എന്ത് വേണം? T1ൻ്റെ മിനിറ്റും T2ൻ്റെ മിനിറ്റും കൂടെ ആഡ് ആവണം, എന്നിട്ട് അത് T3യിലേക്ക് സ്റ്റോർ ആവണം, പ്ലസ് T1ൻ്റെ സെക്കൻഡും T2ൻ്റെ സെക്കൻഡും കൂടെ ആഡ് ആവണം, എന്നിട്ടത് T3യിലേക്ക് സ്റ്റോർ ആവണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിലവിൽ നമ്മുടെ പ്ലസ് ഓപ്പറേറ്ററിന് പറ്റില്ല. ഇപ്പോൾ പ്ലസ് ഓപ്പറേറ്ററിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സുകളുടെ കാൽക്കുലേഷനും കാര്യങ്ങളും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യൂസർ ഡിഫൈൻഡ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പുകളുടെ ഒന്നും ചെയ്യാനായിട്ട് പ്ലസ് ഓപ്പറേറ്ററിന്, പ്ലസ് എന്നല്ല ഒരു ഓപ്പറേറ്ററിനും അതിനുള്ളൊരു ഫങ്ഷനാലിറ്റി അവർക്കില്ല. ത്രൂ ഓവർലോഡിങ് വി ക്യാൻ മേക്ക് ദം ഡു സോ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വരുന്ന എക്സാമ്പിൾസിൽ കാണാം. ക്ലിയർ? ഇനി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ് ഓപ്പറേറ്റർ, എന്താണ് ഓവർലോഡിങ്, എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യണമെങ്കിൽ വി നീഡ് എ ഫങ്ഷൻ. ഒരു എക്സ്ട്രാ ഒരാളെ ആവശ്യമുണ്ട്, അയാളുടെ പേരാണ് ഓപ്പറേറ്റർ ഫങ്ഷൻ. ഒരു ഓപ്പറേറ്റർ ഫങ്ഷനെ നമ്മൾ എക്സ്ട്രാ ഡിഫൈൻ ചെയ്യണം. അതുവഴി മാത്രമേ നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് കെയർ ഷുഡ് ബി ടേക്കൺ ടു ഡിക്ലെയർ ദ ഓപ്പറേറ്റർ ഫങ്ഷൻ ഓൾവേസ് ഇൻ ദ പബ്ലിക് പാർട്ട് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ പബ്ലിക് പാർട്ടിലായിരിക്കണം എപ്പോഴും. കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്ന പോലെ പബ്ലിക് പാർട്ടിലാണ് നമ്മൾ ഓപ്പറേറ്റർ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സിൻടാക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഫങ്ഷൻ. റിട്ടേൺ ടൈപ്പ്, ഓപ്പറേറ്റർ, OP, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി വോയിഡ് ആണോ, ഇൻറ്റ് ആണോ, ഫ്ലോട്ട് ആണോ, ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ആൻഡ് ഓപ്പറേറ്റർ ഇസ് ദ കീവേഡ്. അത് കീവേഡ് ആണ്, അത് എല്ലാ ഫംഗ്ഷനിലും ഓപ്പറേറ്റർ എന്ന് തന്നെ കൊടുക്കുക. ദെൻ OP ഇസ് ദ ഓപ്പറേറ്റർ വിച്ച് വി ആർ ഗോയിങ് ടു ഓവർലോഡ്. പ്ലസ് ആണെങ്കിൽ OPക്ക് പകരം പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ദെൻ ആർഗ്യുമെൻറ്റ്സ്, അതെടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, സോ ഹിയർ ഓപ്പറേറ്റർ ഇസ് ദ കീവേഡ്, OP is the operator to be overloaded. നമ്മൾ ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേറ്റർ. ദെൻ ദിസ് ഇസ് ദ ഓപ്പറേറ്റർ ഫങ്ഷൻ. ഇനി ഇതാണ് ഫങ്ഷൻ്റെ പേര്. ഓപ്പറേറ്റർ OP എന്നുള്ളതാണ് ഫങ്ഷൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വോയിഡ് സം
വോയിഡ് സം എന്നുള്ളൊരു ഫംഗ്ഷൻ, ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ വോയിഡാണ് നമ്മുടെ റിട്ടേൺ ടൈപ്പ്, സം ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ. ഓപ്പറേറ്റർ, ഇവിടെ സമ്മിന് പകരം ഇവിടെ ഓപ്പറേറ്റർ ഒപ്പി. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വോയിഡ് ഓപ്പറേറ്റർ പ്ലസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ റിട്ടേൺ ടൈപ്പ്. ഓപ്പറേറ്റർ പ്ലസ് ഇസ് ദ ഫംഗ്ഷൻ നെയിം. ഓക്കെ, ആദ്യത്തെ കേസിൽ സം നമ്മുടെ ഫംഗ്ഷൻ നെയിം ആയതുപോലെ ഇവിടെ ഓപ്പറേറ്റർ പ്ലസ് ആണ് ഫംഗ്ഷൻ നെയിം. ഓക്കെ ഓക്കെ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഐദർ ഒരു മെമ്പർ ഫംഗ്ഷൻ ആകാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ ആകാം. Operator function can be a member function or a friend function. Okay, and operator, as I already said, it can be either unary or binary. അപ്പോൾ ഓപ്പറേറ്റർ രണ്ട് രീതിയിലുണ്ട്, ഓപ്പറേറ്റർ ഫംഗ്ഷനും രണ്ട് രീതിയിലുണ്ട്. സോ ദർ കംസ് എ ടോട്ടൽ ഓഫ് 4 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഏതൊക്കെയായിരിക്കും? യൂണറി മെമ്പർ, യൂണറി ഫ്രണ്ട്, ബൈനറി മെമ്പർ ആൻഡ് ബൈനറി ഫ്രണ്ട്. ഓക്കെ, അതായത് ഒരു യൂണറി ഓപ്പറേറ്ററിനെ ഒന്നെങ്കിൽ നമുക്ക് മെമ്പർ ഫംഗ്ഷനായിട്ട് ഓവർലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനായിട്ട് ഓവർലോഡ് ചെയ്യാം. ഒരു ബൈനറി ഓപ്പറേറ്ററിനെ മെമ്പർ ഫംഗ്ഷനായിട്ട് ഓവർലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനായിട്ട് ഓവർലോഡ് ചെയ്യാം. അതിന് അതിൻ്റെ ഒരു ടേബിൾ റെപ്രസെൻറ്റേഷനാണ് എന്നോട് കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. വി ഷുഡ് ലേൺ ദ ടേബിൾ. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഐദർ മെമ്പർ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട് ഫംഗ്ഷൻ ആയിക്കോട്ടെ, യൂണറി ആയിക്കോട്ടെ, ബൈനറി ആയിക്കോട്ടെ, എവറി പ്രൊസീജിയർ ഈസ് ദ സെയിം. ആകെ ഡിഫറൻസ് വരുന്നത് ഇൻ ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇറ്റ് ആക്സെപ്റ്റ്സ്. ഓക്കെ, യൂണറി ആണോ, മെമ്പർ ആണോ, യൂണറി ആണോ, ഫ്രണ്ട് ആണോ എന്ന്, അല്ലെങ്കിൽ ബൈനറി ആണോ, ഫ്രണ്ട് ആണോ, അതിനനുസരിച്ച് ഇവർ എത്ര ആർഗ്യുമെൻറ്റ്സിനെ, ഈ ഫംഗ്ഷൻ, ഇവരെന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എത്ര ആർഗ്യുമെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു യൂണറി ഓപ്പറേറ്ററിനെ മെമ്പർ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ആക്സെപ്റ്റ്സ് നോ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇറ്റ് ആക്സെപ്റ്റ്സ് നോ ആർഗ്യുമെൻറ്റ്. ഒരു ബൈനറി ഓപ്പറേറ്റർ മെമ്പർ ഫംഗ്ഷനായിട്ട് ഓവർലോഡ് ചെയ്യുമ്പോൾ ഇറ്റ് ആക്സെപ്റ്റ്സ് 1 ആർഗ്യുമെൻറ്റ്. ഇവിടെ നോ ആർഗ്യുമെൻറ്റ്, ഇവിടെ 1 ആർഗ്യുമെൻറ്റ്. ഇനി ഒരു യൂണറി ഓപ്പറേറ്റർ ഫ്രണ്ട് ഫംഗ്ഷനായിട്ടാണ് ഓവർലോഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ആക്സെപ്റ്റ്സ് 1 ആർഗ്യുമെൻറ്റ്. ഒരു ബൈനറി ഓപ്പറേറ്റർ ഫ്രണ്ട് ഫംഗ്ഷനായിട്ടാണെങ്കിൽ ഇറ്റ് ആക്സെപ്റ്റ്സ് 2 ആർഗ്യുമെൻറ്റ്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ വേ അത് വെച്ച് ഇത് ഓർത്തിരിക്കുക. ഈ ടേബിൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു ഓപ്പറേറ്റർ, ടൈപ്സ് ഓഫ് ഓപ്പറേറ്റർ, എന്താണ് ഓവർലോഡിംഗ്, രണ്ട് രീതിയിലുള്ള ഓവർലോഡിംഗ്, എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്താണ്, ഓപ്പറേറ്റർ ഫംഗ്ഷൻ രണ്ട് രീതിയിലുണ്ട്. ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷനും ഓപ്പറേറ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ നമ്പർ എടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിൽ ഡിഫറൻസ് ഉണ്ട്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടേബിളും. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ബാക്കി എക്സാമ്പിൾസ് ഫർദർ വീഡിയോയിലുണ്ടാവും.